ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ തവണത്തെ ഐ ലീഗ് കിരീടം നേടിയത് കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻ എസ് ആണ്. തുടർന്ന് ISLലേക്കുള്ള പ്രൊമോഷൻ അവർ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ ISLൽ ഇപ്പോൾ വളരെ ദയനീയമായ പ്രകടനമാണ് ഈ കൊൽക്കത്തൻ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് മുഹമ്മദൻ എസ് ആണ്. 12 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 9 മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 5 പോയിന്റ് മാത്രമുള്ള മുഹമ്മദൻ എസ് ഏറെക്കുറെ ഇപ്പോൾ ISLൽ നിന്നും ആ ഒരു പുറത്താവൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയാണ് ക്ലബ്ബ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കൊൽക്കത്തൻ മാധ്യമ പ്രവർത്തകരാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മുഹമ്മദൻ എസ്സിക്ക് വേണ്ടി കളിക്കുന്ന അവരുടെ വിദേശ താരമായ ഫ്ലോറന്റ് ഒഗീർ ക്ലബിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അവസാനത്തെ 2 മാസത്തെ സാലറി അദ്ദേഹത്തിന് ക്ലബ്ബ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫിഫയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. താരം ഫിഫയെ സമീപിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്ലബിന് കടുത്ത നടപടികൾ തന്നെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധി മുഹമ്മദ് നസിയെ അലട്ടുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. എത്രയും പെട്ടെന്ന് ഇതിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമായേക്കും. നേരത്തെ മറ്റൊരു ISL ക്ലബ്ബായ ഹൈദരാബാദ് FC ഇതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അവരെ അലട്ടിയിരുന്നു. പിന്നീട് ഉടമസ്ഥർ മാറിയതോടുകൂടിയാണ് അവർ അതിൽ നിന്നും രക്ഷപ്പെട്ടത്. ഹൈദരാബാദിന്റെ അതേ പാതയിലൂടെ തന്നെയാണ് മുഹമ്മദൻ എസ്സിയും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.